ഹലോ എവ്രി വൺ. ഒക്ടോബർ മന്ത് UGC നെറ്റ് എക്സാമിനായിട്ട് എല്ലാവരും നല്ല നല്ല ഒരു കോൺഫിഡൻ്റ് ആയിട്ട് പ്രിപ്പയർ ചെയ്തിട്ടുണ്ടായിരിക്കും. പക്ഷേ ഈ ലാസ്റ്റ് ടൈമിൽ നമ്മൾ കുറച്ച് മിസ്റ്റേക്സ് ഒക്കെ ചെയ്യുന്നുണ്ടായിരിക്കും. അതൊക്കെ എന്തുവാ എന്നുള്ളതൊക്കെ കുറിച്ച് ദെൻ നമ്മൾ ഇനി കുറച്ച് പേപ്പർ 1 ആൻഡ് പേപ്പർ 2 നമ്മളുടെ സ്കോർ അധികമാക്കാൻ വേണ്ടിയിട്ട് ചെയ്യേണ്ട കുറച്ച് കാര്യങ്ങളെ കുറിച്ചൊക്കെ ഈ വീഡിയോയിൽ കാണാം. ഓക്കെ. പൊതുവെ പേപ്പർ 1 ആൻഡ് പേപ്പർ 2 രണ്ടിന് നമ്മൾ കോമൺ ആയിട്ട് ഈക്വൽ ടൈം സ്പെൻഡ് ചെയ്യേണ്ടി വരും. പക്ഷേ നമ്മളിൽ പലരും ചെയ്യുന്നത് പേപ്പർ 2-നായിരിക്കും അധിക ടൈം സ്പെൻഡ് ചെയ്യുന്നത്. ബിക്കോസ് പോപ്പുലർ ആയിട്ടുള്ള കുറച്ച് സബ്ജക്റ്റ് നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ നമ്മുടെ UGC നെറ്റ് എക്സാമിനുള്ള കട്ട് ഓഫ് 50% ടു 60% വരെ ഉണ്ടായിരിക്കും. മാക്സിമം ഉള്ള 60% എടുത്ത് നോക്കുകയാണെന്നുണ്ടെങ്കിൽ പോലും നമ്മൾ പേപ്പർ 1-ൽ 60%, പേപ്പർ 2-ൽ 60% വാങ്ങിക്കേണ്ടി വരും. പേപ്പർ 1-ൽ 60% എന്ന് പറയുന്നത് 50 ക്വസ്റ്റ്യനിൽ നിന്നും 30 ക്വസ്റ്റ്യൻസ് കറക്റ്റ് ആയിരിക്കണം. പക്ഷേ പേപ്പർ 2-ൽ 60% എന്ന് പറയുമ്പോൾ 100 ക്വസ്റ്റ്യനിൽ നിന്നും 60 ക്വസ്റ്റ്യൻസ് കറക്റ്റ് ആയിരിക്കണം. നമ്മൾ പേപ്പർ 2 നോക്കുമ്പോൾ നമുക്ക് കുറച്ച് ഫെമിലിയാരിറ്റി തോന്നും. ബിക്കോസ് നമ്മൾ UG PG ഇതൊക്കെ സെയിം സബ്ജക്റ്റിൽ തന്നെ പഠിച്ചത് കൊണ്ട് നമുക്ക് കുറേ കോൺസെപ്റ്റ്സ് നമുക്ക് നല്ല കോൺഫിഡൻസ് ആയിട്ട് അറിയാവുന്നതുകൊണ്ട് നമ്മൾ അതിൽ തന്നെ പിന്നെയും നമ്മൾ പ്രിപ്പയർ ചെയ്യുന്നുണ്ടായിരിക്കും. പക്ഷേ ഈ പേപ്പർ 1 ലോജിക്കൽ റീസണിങ്, ഡേറ്റ ഇന്റർപ്രിട്ടേഷൻ, മാത്തമെറ്റിക്കൽ റീസണിങ് ഇതൊക്കെ കേൾക്കുമ്പോൾ തന്നെ ഒരു പേടി ഉണ്ടാകും. അതുകൊണ്ട് നമ്മൾ അങ്ങനെ സ്കിപ്പ് ചെയ്ത് വെച്ചേക്കും. പക്ഷേ യഥാർത്ഥമായിട്ട് നമ്മൾ ചെയ്യേണ്ടത് പേപ്പർ 2-നെക്കാട്ടിലും പേപ്പർ 1-ന് വേണം അധിക കോൺസെൻട്രേഷൻ ചെയ്യാൻ. ബിക്കോസ് പേപ്പർ 1-ൽ ഈസി ആയിട്ട് നമ്മളെ കൊണ്ട് മാർക്ക് സ്കോർ ചെയ്യാൻ കഴിയും. നല്ലതുപോലെ പേപ്പർ 1 കോൺസെൻട്രേറ്റ് ചെയ്ത് പഠിക്കുകയെന്നുണ്ടെങ്കിൽ ലാസ്റ്റ് മിനിറ്റിൽ ലാസ്റ്റ് 10-20 ഡേയ്സ് കൊണ്ട് നമ്മൾ പഠിച്ചാൽ തന്നെ നമ്മളെ കൊണ്ട് 45 ആൻഡ് അബോവ് മാർക്സ് സ്കോർ ചെയ്യാൻ കഴിയും. പേപ്പർ 1-ൽ 45 ആൻഡ് അബോവ് വാങ്ങിക്കുമ്പോൾ ഉറപ്പായിട്ട് JRF എന്നുള്ളത് നമുക്ക് എളുപ്പമായിട്ട് കിട്ടാനുള്ള സാധ്യതയുണ്ട്. സോ ഇതിന് നമ്മൾ ചെയ്യേണ്ടത് പൊതുവെ പേപ്പർ 1-ലുള്ള ഈ യൂണിറ്റ്സ് സിലബസിലുള്ളതുപോലെ എന്തൊക്കെ ഉണ്ടെന്നുള്ളത് നമ്മൾ കുറച്ച് നമ്മൾ അതിൻ്റെ അകത്തുള്ളതിലൊക്കെ കുറച്ച് കോൺസെൻട്രേറ്റ് ചെയ്യേണ്ടി വരും. ആദ്യമേ പേപ്പർ 1-ൽ 10 യൂണിറ്റ്സ് ഉണ്ട്. ആ 10 യൂണിറ്റ്സിൽ നിന്നും ഡേറ്റ ഇന്റർപ്രിട്ടേഷൻ, മാത്തമെറ്റിക്കൽ റീസണിങ്, ലോജിക്കൽ റീസണിങ് ആൻഡ് റീഡിംഗ് കോംപ്രിഹെൻഷൻ ഈ 4 യൂണിറ്റ്സ് പ്രാക്ടിക്കൽ ഓറിയന്റഡ് ഡെയിലി നമ്മൾ പ്രാക്ടീസ് ചെയ്താൽ മാത്രമേ എക്സാം ഹാളിൽ നമ്മളെ കൊണ്ട് ഉറപ്പായിട്ട് ആൻസർ ചെയ്യാൻ കഴിയത്തുള്ളൂ. സോ പൊതുവെ ഡേറ്റ ഇന്റർപ്രിട്ടേഷൻ, റീഡിംഗ് കോംപ്രിഹെൻഷൻ റിയലി സ്കോറിംഗ് യൂണിറ്റ്സ്. ബിക്കോസ് മറ്റവരിൽ നിന്നും നമ്മൾക്ക് സ്കോർ ഡിഫറൻഷിയേറ്റ് ചെയ്ത് കാണിക്കുന്നത് ഈ 2 യൂണിറ്റ്സുമായിരിക്കും. ഡെയിലി ഇന്ന് തൊട്ട് എക്സാമിന് പോകുന്നത് രാവിലെ വരെ, അന്ന് മോർണിംഗ് വരെ നമുക്ക് ഈ 2 യൂണിറ്റിൽ നിന്നും 5 ക്വസ്റ്റ്യൻസ് 5 മിനിറ്റ്സ് ഡെയിലി സ്പെൻഡ് ചെയ്ത് എന്നുണ്ടെങ്കിൽ ഉറപ്പായിട്ട് എക്സാം ഹാളിൽ 10 ക്വസ്റ്റ്യൻസ് നമ്മളെ കൊണ്ട് ആൻസർ ചെയ്യാൻ കഴിയും. 20 മാർക്സ് ഈസി ആയിട്ട് നമ്മളെ കൊണ്ട് വാങ്ങിക്കാൻ കഴിയും. സോ ഈ ഡേറ്റ ഇന്റർപ്രിട്ടേഷൻ, റീഡിംഗ് കോംപ്രിഹെൻഷൻ വെരി വെരി ഇമ്പോർട്ടൻറ്റ് യൂണിറ്റ്സ്. പ്രാക്ടീസ് ചെയ്താൽ മാത്രമേ നമ്മൾക്ക് കിട്ടത്തുള്ളൂ. സോ ഇന്ന് തൊട്ട് ഡെയിലി അത് പ്രാക്ടീസ് ചെയ്താൽ തുടങ്ങിയാൽ പോലും എക്സാമിൽ 20 മാർക്സ് നമുക്ക് ഉറപ്പായിരിക്കും. ബാലൻസ് ഉള്ള മാത്തമെറ്റിക്കൽ റീസണിങ് ആൻഡ് ലോജിക്കൽ റീസണിങ് പ്രാക്ടീസ് ചെയ്യാൻ നമുക്കത് കിട്ടിക്കോളും. ബാക്കിയുള്ള കമ്മ്യൂണിക്കേഷൻ ആൻഡ് ടീച്ചിങ് ആപ്റ്റിറ്റ്യൂഡ് ഈ 2 യൂണിറ്റും കുറച്ച് ആപ്ലിക്കേഷൻ ഓറിയന്റഡ് ആയിരിക്കും. പക്ഷെ വളരെ എളുപ്പമായിരിക്കും. നമ്മളൊരു സ്റ്റുഡൻ്റ് ആയിട്ടുള്ളത് കൊണ്ടോ അല്ലെങ്കിൽ നമ്മളൊരു ടീച്ചർ ആയിട്ടുള്ളത് കൊണ്ടോ ആ സ്ഥാനത്തിൽ നിന്ന് നമുക്ക് ആൻസർ ചെയ്യാൻ കഴിയുന്ന അത്രയും ക്വസ്റ്റ്യൻസ് അതിൻ്റെ അകത്ത് ഉണ്ടായിരിക്കത്തുള്ളൂ. ബാലൻസ് ICT, റിസർച്ച് ആപ്റ്റിറ്റ്യൂഡ്, ഹയർ എഡ്യൂക്കേഷൻ ആൻഡ് എൻവിറോൺമെന്റ് ഇതൊക്കെ കുറച്ച് തിയറിറ്റിക്കൽ ബേസ്ഡ് ക്വസ്റ്റ്യൻസ് ഉണ്ടായിരിക്കും. അതിൻ്റെ അകത്ത് ഹയർ എഡ്യൂക്കേഷൻ ആൻഡ് എൻവിറോൺമെന്റ് ഈ 2 യൂണിറ്റിൽ നിന്നും നമുക്ക് കറണ്ട് അപ്ഡേറ്റ്സ് ഉണ്ടായിരിക്കും. കറണ്ട് അപ്ഡേറ്റ്സ് എന്ന് പറയുമ്പോൾ നമുക്ക് പേടിക്കേണ്ട കാര്യമില്ല. ലാസ്റ്റ് നെറ്റ് എക്സാം ഡേറ്റ് തൊട്ട് ഇപ്പോൾ വരെയുള്ള കുറച്ച് അപ്ഡേറ്റ്സ് മാത്രം അറിഞ്ഞിരുന്നാൽ മാത്രം മതി. ആ ക്വസ്റ്റ്യൻസ് നമ്മളെ കൊണ്ട് എളുപ്പമായിട്ട് ആൻസർ ചെയ്യാൻ കഴിയും. പിന്നെ ഏതൊരു ക്വസ്റ്റ്യനിൽ ഈച്ച് യൂണിറ്റിൽ നിന്നും 5 ക്വസ്റ്റ്യൻസ് ഉണ്ടായിരിക്കും. ആ 5 ക്വസ്റ്റ്യനിൽ ഉറപ്പായിട്ട് 3 ക്വസ്റ്റ്യൻസ് ഈസി ലെവൽ ക്വസ്റ്റ്യൻസ് ആയിരിക്കും. റിമൈനിങ് 2 ക്വസ്റ്റ്യൻസ് മാത്രം മോഡറേറ്റ് കുറച്ച് ഡിഫിക്കൽട്ട് ലെവൽ ക്വസ്റ്റ്യൻസ് ആയിരിക്കും. സോ ഈച്ച് യൂണിറ്റിൽ നിന്നും 3 ക്വസ്റ്റ്യൻസ് നമ്മളെ കൊണ്ട് ആൻസർ ചെയ്യുമ്പോൾ 30 ക്വസ്റ്റ്യൻസ് അതായത് 50% നമ്മളെ കൊണ്ട് ഉറപ്പായിട്ട് വാങ്ങിക്കാൻ കഴിയും. 50 to 60% ഉറപ്പായിട്ട് വാങ്ങിക്കാൻ കഴിയും. പക്ഷെ നല്ലതുപോലെ പ്രിപ്പയർ ചെയ്യുന്നവർക്ക് JRF വാങ്ങിക്കാനുള്ള 45 ആൻഡ് അബോവ് ക്വസ്റ്റ്യൻസ് നമ്മളെ കൊണ്ട് കറക്റ്റായിട്ട് ആൻസർ ചെയ്യാൻ കഴിയും. നെക്സ്റ്റ് വൺ ഈസ് പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പ്രിപ്പയർ ചെയ്യുമ്പോൾ നമ്മൾ സൂക്ഷിച്ച്
കോൺസെൻട്രേറ്റ് ചെയ്യേണ്ട കാര്യം പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് നമുക്ക് റിപ്പീറ്റ് ആവത്തില്ല. പക്ഷേ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യനിൽ നിന്നും ചോദിച്ച കോൺസെപ്റ്റ്സ് നമുക്ക് റിപ്പീറ്റ് ആകും. സോ ഓരോ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് നമുക്ക് സോൾവ് ചെയ്ത് നോക്കുമ്പോൾ അതിൻ്റെ അകത്തുള്ള കോൺസെപ്റ്റ്സ് ആ യൂണിറ്റിൽ നിന്നുമുള്ള കോൺസെപ്റ്റ്സ് പഠിച്ച് നമ്മൾ സോൾവ് ചെയ്ത് ശീലമാകുമ്പോൾ ആ കോൺസെപ്റ്റ്സ് റിപ്പീറ്റ് ആകുമ്പോൾ നമ്മളെ കൊണ്ട് എളുപ്പമായിട്ട് ആൻസർ ചെയ്യാൻ കഴിയത്തുള്ളൂ. പിന്നെ തേർഡ് വൺ ഈസ് നമുക്ക് UGC നെറ്റ് എക്സാമിൽ നമുക്കൊരു പ്ലസ് പോയിന്റ് നെഗറ്റീവ് മാർക്സ് ഇല്ല. സോ നമുക്ക് നല്ല കോൺഫിഡൻ്റ് ആയിട്ട് തന്നെ ചോദിച്ചേക്കുന്ന ആൾ 50 ക്വസ്റ്റ്യൻസ് ഇൻ പേപ്പർ 1 ആൻഡ് 100 ക്വസ്റ്റ്യൻസ് ഇൻ പേപ്പർ 2 നമുക്ക് ആൻസർ ചെയ്യാം ബിക്കോസ് നെഗറ്റീവ് മാർക്സ് ഇല്ലാത്തത് കൊണ്ട്. സോ ഇങ്ങനെയൊക്കെ ചില ടിപ്സ് മാത്രം നമ്മൾ യൂസ് ചെയ്ത് പേപ്പർ 1 സ്ട്രോങ് ആയിട്ട് പഠിക്കുമ്പോൾ നമ്മളെ കൊണ്ട് 45 ആൻഡ് അബോവ് വാങ്ങിച്ച് JRF തന്നെ വാങ്ങിക്കാൻ കഴിയും. ആൻഡ് ദെൻ ഇതിന് നമ്മൾ ഈ യൂസ് ചെയ്യുന്ന ഈ സോഴ്സ് ഉണ്ടല്ലോ, വെരി വെരി ഇമ്പോർട്ടൻറ്റ്. നമ്മൾ എതിൽ നിന്ന് ഈ കോൺസെപ്റ്റ്സ് ഒക്കെ പഠിക്കുന്നതെന്നുള്ളത്. ബിക്കോസ് നമ്മൾ റോങ് ആയിട്ടുള്ള ഒരു സോഴ്സ് എടുത്ത് ഹാർഡ് വർക്ക് ചെയ്ത് പഠിച്ചിട്ട് ഒരു കാര്യമില്ല. സ്മാർട്ട് വർക്ക് വേണം നമ്മൾ ചെയ്യാൻ. സോ ഓൾവേസ് സ്മാർട്ട് വർക്ക് ചെയ്യാൻ വേണ്ടിയിട്ടുള്ളതൊക്കെ നമ്മൾ ചെയ്താൽ മതി. ഉറപ്പായിട്ട് ഈ പ്രാവശ്യം നെറ്റ് സെറ്റൊക്കെ ക്ലിയർ ചെയ്യാൻ കഴിയും. വിഷ് യു ഓൾ ദ ബെസ്റ്റ്. താങ്ക് യു.